വംശഹത്യക്ക് വിധേയമാക്കി ഗസയെ ചുട്ടുകൊല്ലുന്ന ഇസ്രായേൽ എന്ന ക്രിമിനൽ രാജ്യത്തെ പിന്തുണക്കുന്ന ആഗോള ബ്രാൻഡുകളെയും കമ്പനികളെയും ലോകം തള്ളിക്കളയുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന കാഴ്ച ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ കാണാറുണ്ട്. സയനിസ്റ്റ് സേനയ്ക്ക് പിന്തുണ നൽകിയ മൈക്രോസോഫ്റ്റിനെതിരെ കമ്പനിക്ക് അകത്തും പുറത്തും നടന്ന പ്രതിഷേധങ്ങളും ഒടുവിൽ കമ്പനി ഭാഗികമായെങ്കിലും ഇസ്രായേൽ പിന്തുണയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നതും നാം കണ്ടു. ഇപ്പോഴത്തെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരികയാണ്. വംശഹത്യക്ക് ഇസ്രായേലിന് സഹായമൊരുക്കുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ ഏതാനും ഇന്ത്യൻ കമ്പനികളും കൂടി ഉണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിൻ്റെ സൈനിക കുടിയേറ്റ നടപടികളെ പിന്തുണക്കുന്ന മേഖലകളിൽ ഇന്ത്യൻ കമ്പനികളും നിക്ഷേപം നടത്തുന്നതെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ ലാഭവും വംശഹത്യയും ഇസ്രായേലിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ എന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രതിരോധം, നിരീക്ഷണ സാങ്കേതികവിദ്യ, കൃഷി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ ഗസയിലെ ഇസ്രായേൽ പ്രവർത്തനങ്ങളെയും അധിനിവേശ പ്രദേശങ്ങളിലെ കുടിയേറ്റങ്ങളെയും പിന്തുണക്കുന്നതായി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പ്രധാന കണ്ടെത്തലുകളിൽ പറയുന്ന ഒരു കാര്യം 2016-2021 കാലയളവിൽ ഇസ്രായേലിൻ്റെ ആയുധ കയറ്റുമതിയുടെ 40 മുതൽ 45% വരെയും ഇന്ത്യയിലേക്കായിരുന്നു. ഇത് ഇസ്രായേലിനെ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാക്കി മാറ്റി. ഈ ഒരു പങ്കാളിത്തത്തിൻ്റെ കൂടി ചുവടുപിടിച്ചാണ് ഈ കമ്പനികൾ ഇസ്രായേലുമായി കൈകോർക്കുന്നത്. ഇനി സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി പറയുന്ന ആ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദാനി എൽബിറ്റ് ആണ് ഒന്നാമതായിട്ടുള്ള കമ്പനി. ഹൈദരാബാദിലെ അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഗസയിലെ നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഉപയോഗിക്കുന്ന ഹെർമിസ് 900 ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഹൈഫ തുറമുഖമാണ്. 2002 $1.18 ബില്യൺ അദാനി വാങ്ങിയ ഹൈഫ തുറമുഖം ഇസ്രായേലിൻ്റെ നാവിക ലോജിസ്റ്റിക്സിനെ അന്തർവാഹിനി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ പിന്തുണക്കുന്നുണ്ട്. BL&HAL ആണ് മറ്റൊരു കമ്പനി. ഭാരത് ഇലക്ട്രോണിക്സും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ഇസ്രായേൽ എയറോസ്പേസുമായി ചേർന്ന് മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുന്നുണ്ട്. TCS ആണ് മറ്റൊരു കമ്പനി. ആമസോണിനും മൈക്രോസോഫ്റ്റിനുമൊപ്പം ടാറ്റ കൺസൾട്ടൻസി സർവീസ് പലസ്തീനികളെ നിരീക്ഷിക്കുന്ന പ്രൊജക്ട് നിംബസ് ക്ലൗഡ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ജെയിൻ ഇറിഗേഷൻ്റെ നാൻഡാൻ ജെയിൻ വെസ്റ്റ് ബാങ്കിലും ഗോലാൻ കുന്നുകളിലും ഇസ്രായേലി കുടിയേറ്റങ്ങൾക്ക് ജലസേചന സംവിധാനങ്ങൾ നൽകുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് പറയുന്ന മറ്റൊരു കാര്യം. ഇത് പലസ്തീനികളുടെ ജലലഭ്യത നിയന്ത്രിക്കുകയും കുടിയേറ്റക്കാർക്ക് കൃത്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. 1988 ഫലസ്തീനിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായുള്ള ഈ ആഴമേറിയ പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ധാർമ്മികമായ ചോദ്യങ്ങൾ തന്നെ ഉയർത്തുന്ന ഒന്നാണ്. വംശഹത്യയെ പിന്തുണക്കുന്ന ഈ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം. ഇന്ത്യൻ സർക്കാരും കമ്പനികളും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ ഡയറക്ടർ ജോ അതിയാലി ആവശ്യപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും പാലിക്കാൻ ഇന്ത്യൻ സ്ഥാപനങ്ങളും നയരൂപീകരണ വിദഗ്ധരും ഇസ്രായേലുമായുള്ള സഹകരണം പുനഃപരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.